നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുണ്യങ്ങളുടെ പൂക്കാലം പിന്നിട്ട മുസ്ലിം സമൂഹത്തിന് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിൽ 10,000 പങ്കെടുത്തു. ഈദുൽ ഫിത്തർ വ്രതനാളുകളിൽ ആർജിച്ച ഹൃദയവിശുദ്ധിയോടെ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് വിശ്വാസികൾ. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടും. പൂരം വെടിക്കെട്ടിന് പ്രധാന വെല്ലുവിളി കേന്ദ്ര നിയമം. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. ജ്യേഷ്ഠ സഹോദരനും മകനും ചേർന്ന് അനുജനെ തെർമോക്കോൾ കത്തി ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റത് മീറ്റ്ന പാറക്കൽ വീട്ടിൽ ബാലകൃഷ്ണന്. മുതുകിൽ 30ഓളം തുന്നലുകൾ. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള യജ്ഞവുമായി കൈകോർത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യത്തോടെ നഗരഗ്രാമങ്ങളിൽ വിപുലമായ കർമ്മ പദ്ധതികൾ. മാത്തൂർ മണ്ണൂർ പഞ്ചായത്തുകളെ മാലിന്യമുക്ത ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലം പിന്നിട്ട മുസ്ലിം വിശ്വാസികൾക്ക് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് 10,000 പങ്കെടുത്തു. വിശ്വാസികൾ അത്യാഹ്ലാദത്തോടെയാണ് ചെറിയ പെരുന്നാളിനെ വരവേറ്റത്. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ CMS സ്കൂളിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. വെളിയന്നൂർ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഈദ് സന്ദേശം നൽകി. റവന്യൂ മന്ത്രി K. രാജൻ, മേയർ MK വർഗീസ്, MLA P. ബാലചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി K. രാജൻ ഈദ് ആശംസകൾ നേർന്നു. 29 ദിവസക്കാലത്തെ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഒടുവിൽ ചെറിയ പെരുന്നാളിൻ്റെ വിശാലമായിട്ടുള്ള മനുഷ്യ സംസ്കാര സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസങ്ങളിലെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ മതവിശ്വാസങ്ങളുണ്ടാകും. പക്ഷേ ആഘോഷങ്ങൾ എപ്പോഴും മതനിരപേക്ഷവുമാകും. ആ ആഘോഷങ്ങളെ ഇന്ന് അപായകരമാം വിധത്തിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരായിട്ടുള്ള വലിയ കരുതലും ശ്രദ്ധയും നമുക്കുണ്ടാകണം. പാലക്കാടും ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. വിശ്വാസികൾ സഹിഷ്ണുതയോടെ സമൂഹത്തിൽ ഇടപെടണമെന്നും സഹജീവികളോട് കരുണയുള്ളവരും സ്നേഹം കൈവെടിയാത്തവരുമായിരിക്കണമെന്നും നമസ്കാരത്തിനു മുമ്പ് നടന്ന പ്രഭാഷണത്തിൽ പള്ളികളിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ഉസ്താദുമാർ പറഞ്ഞു. യുവാക്കളിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദീനീയ മാർഗങ്ങൾ കൈവിടാതെ മുന്നോട്ടു പോകണമെന്നും അത്തരം സാഹചര്യം നേരായ മാർഗം കാട്ടിത്തരുമെന്നും പണ്ഡിതർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. STV ന്യൂസ്, തൃശൂർ, പാലക്കാട്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ഈദ്ഗാഹിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ചെറിയ പെരുന്നാൾ നമസ്കാരം. രാവിലെ 7:15 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഡോക്ടർ P. അബ്ദുൽ സലഫി നേതൃത്വം നൽകി. അകന്നുപോയിരുന്നു. പക്ഷെ ഒരു റമളാനോടുകൂടി റബ്ബിലേക്ക് കുറെയൊക്കെ തിരിച്ചു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിച്ച് സക്കാത്ത് നൽകി, ദാനധർമ്മങ്ങൾ നൽകി സമ്പത്ത് ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് ഒന്നുകൂടി അടുത്തു വരാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ മുമ്പത്തേക്കാൾ മെച്ചപ്പെടുത്തി നന്നാക്കി നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റാനുള്ള കുറെ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ സൃഷ്ടാവായ റബ്ബിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തി. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ചോർത്ത് മനം നൊന്ത് റബ്ബിനോട് പ്രാർത്ഥിക്കാനും അങ്ങനെ റബ്ബിലേക്ക് മടങ്ങാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചുവരവ്, ഈ ഒരു വീണ്ടെടുപ്പ് ജീവിതത്തിലൂടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാലാണ് നമ്മുടെ ഈദ് യാഥാർത്ഥ്യമായി തീരുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയായിരുന്നു ഈദ്ഗാഹിന് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെരുന്നാൾ ദിനത്തിൽ ലഹരിയെ തുരത്താൻ പ്രതിജ്ഞയെടുത്ത വിശ്വാസികൾ. പാലപ്പുറം ജുനൈത്തുൽ മുസ്ലിം ജുമാഅത്തിന്റെ ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പെരുന്നാൾ ദിനത്തിൽ തുടക്കമായി. കരുത്താകാം കരുതലേകാം എന്ന തലക്കെട്ടോടെ നടത്തുന്ന ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് പാലപ്പുറത്ത് തുടക്കമായത്. പാലപ്പുറം ഇയാനത്തുൽ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ.
യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും അതുവഴി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന അരാജകത്വങ്ങളെക്കുറിച്ചും മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന സാമൂഹ്യ ദുരന്തങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം മഹല്ല് ജമാഅത്തുകൾക്കുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് പാലപ്പുറം ഇയാനത്തുൽ മുസ്ലിം ജമാഅത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആചരിക്കുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് CK മുഷ്താഖ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇമാം സയ്യിദ് അബൂ താഹിർ തങ്ങൾ, ഹുസൈൻ മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി KV അബ്ദുൽ സമദ്, ഭാരവാഹികളായ AN അമീർ അബ്ബാസ്, K ഷൗക്കത്ത് അലി, CK നൌഷാദ് അലി, PA ലത്തീഫ്, VP അബൂബക്കർ, T അബൂബക്കർ ഹാജി, അഫ്സൽ, അസ്കർ, മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഘുലേഖ വിതരണം, ലഹരിവിരുദ്ധ കൂട്ടായ്മ, ബോധവൽക്കരണ ക്ലാസുകൾ, സൈക്കിൾ റാലി, പോസ്റ്റർ പ്രദർശനം, ഹോം വിസിറ്റ് തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിൻ കാലയളവിൽ നടത്തുക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപ്തി കുറിച്ച് മണ്ണൂർ കോട്ടക്കുന്ന് ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങൾ പങ്കാളികളാകണമെന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ സൈദൽവി അൻവരി പറഞ്ഞു. കുട്ടികളും മുതിർന്നവരുമടക്കം തൂവെള്ള വസ്ത്രമണിഞ്ഞ് 250-ലേറെ പേർ പള്ളിയിലെത്തി. രാവിലെ 8 മണിക്കാണ് നമസ്കാരം തുടങ്ങിയത്. സൈദൽവി അൻവരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. സ്നേഹവും സന്തോഷവും നിലനിർത്താനും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനും സഹോദരന്മാർക്ക് കഴിയേണ്ടതുണ്ടെന്നും വ്യക്തമായ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങൾ പങ്കാളിയാകണമെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു. പലസ്തീൻ ജനതയുടെ മോചനത്തിനും സമാധാനത്തിനുമായി പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. മറിച്ച് നാം നേടിയെടുത്ത ആത്മീയത ജീവിതത്തിലുടനീളം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജവും ഒരു കരുത്തും ആർജിച്ചെടുക്കാനാണ് ഈ സന്തോഷത്തിന്റെയും ഈ ആഹ്ലാദത്തിന്റെയും സുദിനം നാം തിരഞ്ഞെടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ഒറ്റപ്പാലം മീറ്റയിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് സഹോദരനെ തെർമോകോൾ ബ്ലേഡ് ഉപയോഗിച്ച് കീറി മുറിച്ചു. സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 49 വയസ്സുള്ള പാറയ്ക്കൽ ബാലകൃഷ്ണനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലം മീറ്റ്നയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ജ്യേഷ്ഠൻ ബാലസുബ്രഹ്മണ്യനും ജ്യേഷ്ഠന്റെ മകൻ സുരേഷ് ഗോപിയും ചേർന്ന് അനുജൻ ബാലകൃഷ്ണനെ മുതുകിൽ തെർമോകോൾ കത്തി ഉപയോഗിച്ച് കീറി മുറിവേൽപ്പിച്ചു എന്നാണ് പരാതി. മീറ്റ്ന പാറയ്ക്കൽ വീട്ടിൽ ബാലകൃഷ്ണന്റെ മുതുകിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 30-ലധികം സ്റ്റിച്ചുകളുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പരിക്കേറ്റ ബാലകൃഷ്ണൻ ചികിത്സ തേടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30-യോടെയാണ് സംഭവമുണ്ടായത്. സഹോദരന്റെ മതിൽ കെട്ടുമ്പോഴുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സഹോദരന്റെ മകൻ സുരേഷ് ഗോപിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടും. അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടുക. വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ ജില്ലാ ഭരണകൂടം അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടുന്നത്. വെടിക്കെട്ട് നടത്താൻ എന്തെങ്കിലും നിയമ സാധുതയുണ്ടോ എന്ന് ആരായുകയാണ് നിയമോപദേശം തേടുന്നതിന്റെ ലക്ഷ്യം. മാഗസിനിൽ നിന്ന് ഫയർ ലൈനിലേക്ക് 200 മീറ്റർ ദൂരപരിധി വേണമെന്ന കേന്ദ്ര നിയമമാണ് തൃശൂർ പൂരം വെടിക്കെട്ടിന് പ്രധാന വെല്ലുവിളി. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഉത്സവപ്രേമികളെ നിരാശരാക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരനാണ് പ്രഖ്യാപനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി K ഗോപകുമാർ, വാർഡ് മെമ്പർ K രാധാകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ശാന്ത നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ G അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി PV അനീഷ് സ്വാഗതവും VEO അഞ്ജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ആണ് പ്രഖ്യാപനം നിർവഹിച്ചത്. ഇവിടെയെല്ലാം ചില ഇടപെടലുകൾ നടത്തി അവർ
ഹരിത അംഗൻവാടിയായി അല്ലേ, ഹരിത സ്കൂളായി മാറി, ഹരിത ഓഫീസായി മാറി. പഞ്ചായത്ത് ഓഫീസ്, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളും പൊതു ഓഫീസുകളെല്ലാം ഈ നിലയിൽ പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം ഉണ്ണികൃഷ്ണൻ, എ കെ ജയശ്രീ, പി സി സുമ, ഷഫീന, വി സി പ്രീത, വി എം അൻവർ സാദിഖ്, എ എ ഷിഹാബ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ സലീം, സെക്രട്ടറി ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹരിത വിദ്യാലയം ഉപജില്ലാ അവാർഡ് നേടിയ മണ്ണൂർ AEP സ്കൂൾ, ഹരിത അയൽക്കൂട്ടം, ഹരിത വായനശാല എന്നിവർക്കുള്ള ഉപകാരങ്ങളും MLA സമ്മാനിച്ചു. മണ്ണൂരിലെ ഹരിതകർമ്മസേന അംഗങ്ങളെയും MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിലിന്റെ ഭാഗമായി ഇരുചക്ര വാഹനം വിതരണം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 11 വനിതകൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. 5,50,000 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാധാമോഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത, വാർഡ് മെമ്പർമാരായ NK ശശിധരൻ, കെ രാധാകൃഷ്ണൻ, കെ മിനിമോൾ, ലക്ഷ്മിക്കുട്ടി, MR രജിത, വി അംബിക, എസ് ഗീത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറി മോൾ ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടികജാതി വികസന വകുപ്പിന്റെ കുഴൽമന്ദം ബ്ലോക്കിലെ 2024-25 വർഷത്തെ സെർഫ് പഠനമുറി ഗുണഭോക്താക്കളുടെ സംഘവും 1ാം ഗഡു വിതരണവും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പങ്കജാക്ഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM ഇന്ദിര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സിദ്ദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കുഞ്ഞലക്ഷ്മി, സമീന നൈനാർ, നിരഞ്ജന എന്നിവർ സംസാരിച്ചു. പഠനമുറി സേഫ് പദ്ധതികളുടെ 1ാം ഗഡു വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ കെ സുന്ദരൻ പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KMCCകളുടെ കാരുണ്യ പ്രവർത്തനം തുല്യതയില്ലാത്തതാണെന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലോകത്തെ പ്രധാന സംഘടന KMCC ആണെന്നും മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഖത്തർ KMCC ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ച റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മാസം എന്നുള്ളത് ഒരു വർഷത്തിൽ കിട്ടുന്ന ഏറ്റവും അല്ലാഹു നൽകുന്ന ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ മാസമാണ്. ആ മാസം കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മാസത്തോടുള്ള സലാം പറയൽ ഖുതുബയിലൂടെ നിർവഹിച്ചു കഴിഞ്ഞു. ഈ മാസം തീർന്നു പോവുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉള്ളം പിടക്കും എന്നുള്ളത് സത്യമാണ്. കാരണം എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിൽ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നും അശരണർക്കും നിരാലംബർക്കും പ്രതീക്ഷ KMCC മാത്രമായി മാറുന്നതാണ് വർത്തമാനകാല ചരിത്രമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖത്തർ KMCC മണ്ഡലം പ്രസിഡന്റ് TA അഷറഫ് അധ്യക്ഷത വഹിച്ചു. KMCC ജില്ലാ കൗൺസിലർ ഇബ്രാഹിം, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം, STU ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സലാം, PV അലി, PA സുലൈമാൻ, VM ജാഫർ, ഖത്തർ KMCC മണ്ഡലം സെക്രട്ടറി TM കബീർ, CKM അഷറഫ്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് PY അഫ്സൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചികിത്സാ ധനസഹായവും ഭവന നിർമ്മാണ സഹായവും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മതമൈത്രി കാത്തു സംരക്ഷിക്കുക എന്ന സന്ദേശത്തോടെ മണ്ണൂർ കോട്ടക്കുന്ന് സ്റ്റാർ ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ജാതി മതഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. കോട്ടക്കുന്ന് ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ചായിരുന്നു നോമ്പുതുറ. ശീതളപാനീയങ്ങൾ, കാരക്ക, പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ ബിരിയാണിയും ഒരുക്കിയിരുന്നു. ക്ലബിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. TC ഹരിദാസ്, കനകരാജ്, ഷാജഹാൻ, ഷൗക്കത്ത് അലി, KS മുജീബ്, സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കോട്ടക്കുന്നിലെ പ്രിയപ്പെട്ട സ്റ്റാർ സ്പോർട്സ് ആൻഡ് ക്ലബ്ബ് നടത്തുന്ന ഈ ഇഫ്താർ സംഗമം വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയാണ്. മണ്ണൂരിൻ്റെ കൊട്ടക്കുന്നിൻ്റെ എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട് ഏറെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ക്ലബ്ബ് ഈ വിശുദ്ധ റമളാനിൽ കൊട്ടക്കുന്ന് പള്ളിയിൽ സംഘടിപ്പിച്ച ഈ നല്ലൊരു പരിപാടിയെ ഏറെ സ്നേഹത്തോടെ,
ഏറെ സ്നേഹാദരങ്ങളോടെ അഭിനന്ദിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുണ്യങ്ങളുടെ പൂക്കാലം പിന്നിട്ട മുസ്ലിം സമൂഹത്തിന് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിൽ 10,000 പങ്കെടുത്തു. ഈദുൽ ഫിത്തർ വ്രതനാളുകളിൽ ആർജിച്ച ഹൃദയവിശുദ്ധിയോടെ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് വിശ്വാസികൾ. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടും. പൂരം വെടിക്കെട്ടിന് പ്രധാന വെല്ലുവിളി കേന്ദ്ര നിയമം. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. ജ്യേഷ്ഠ സഹോദരനും മകനും ചേർന്ന് അനുജനെ തെർമോക്കോൾ കത്തി ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റത് മീറ്റ്ന പാറയ്ക്കൽ വീട്ടിൽ ബാലകൃഷ്ണന്. മുതുകിൽ 30ഓളം തുന്നലുകൾ. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള യജ്ഞവുമായി കൈകോർത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യത്തോടെ നഗരഗ്രാമങ്ങളിൽ വിപുലമായ കർമ്മ പദ്ധതികൾ. മാത്തൂർ മണ്ണൂർ പഞ്ചായത്തുകളെ മാലിന്യമുക്ത ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.